അല്ലാഹു തആല മനുഷ്യനെ പടച്ച് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ ലോകത്തിൻ്റെ പേര് ആലമുൽ അർവാഹ് എന്നാണ്. അർവാഹിന്റെ ലോകമാണത്. പക്ഷെ ശരിക്ക് നമ്മൾ ഈ തൈലീമില് അതൊരു ലോകത്തിന് മാത്രമേ പറയുള്ളൂ. കാണപ്പെടാത്ത ലോകങ്ങൾ ഒരുപാട് എണ്ണമുണ്ട്. ആ ഒരുപാട് എണ്ണത്തിൽപ്പെട്ട ഒരു ലോകം മാത്രമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ജബറൂത്ത് എന്ന് പറയും. അപ്പൊ ലോകങ്ങള് 7 എണ്ണം ഉണ്ട്. ഈ പ്രപഞ്ചം 7 ലെവലായി തിരിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് പോവാന്നുണ്ടെങ്കിൽ നമ്മൾ നാസൂത്ത് എന്ന് പറയും. നാസൂത്തിയായ ലോകം, ഈ കാണപ്പെടുന്ന ലോകം, ജിസ്മിന്റെ ലോകം. അതിന്റെ തൊട്ട് മുകളിലുള്ള ലോകമാണ് മലക്കൂത്തിയ ലോകം, ആലമുൽ മലക്കൂത്ത് എന്ന് പറയും. ആലമുൽ മലക്കൂത്ത് എന്ന് പറഞ്ഞാല് മലക്കുകളുടെ ലോകമാണ്. മലക്കുകള് ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന, ഇടപെടുന്ന ലോകം. അതിനും മുകളിലാണ് ആലം ജബറൂത്ത് എന്ന് പറയുന്നത്. ജബറൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബർസക്കിയായ ലോകം ഉള്ളത് ആ ലോകത്താണ്. ബർസക്ക്, ഈ ലോകത്തേക്ക് ജനിക്കാനിരിക്കുന്ന ആളുകൾ, ആത്മാക്കൾ ഒരുമിച്ച് കൂടിയ താവളം ആ ലോകത്താണുള്ളത്. അതേപോലെ മറ്റൊരു ഏരിയയിൽ ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ട് തിരിച്ചു പോയി താമസിക്കുന്ന ആത്മാക്കളുണ്ട്. അവരെ ലോകം അവിടെ തന്നെയുള്ളത്. ഇത് രണ്ടും കൂടി പറയുന്ന പേരാണ് ബർസക്കിയ ലോകം. ബർസക്കിയ ലോകം രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ലോകത്തുനിന്നും പോയ ആത്മാക്കൾക്കുള്ള ലോകം, മറ്റൊന്ന് ജനിക്കാനിരിക്കുന്നവരുടെ ആത്മാക്കളുള്ള ലോകം. അതിൽ ഈ ലോകത്തുനിന്നും പോയ ആത്മാക്കൾ രണ്ടായി പിരിയും. കാരണം നല്ലവരും ഉണ്ടാവും, ചീത്തവരും ഉണ്ടാവും. അങ്ങനെ വിജയിച്ചവരും പരാജയപ്പെട്ടവരും. വിജയിച്ചവരുടെ റൂഹ് താമസിക്കുന്ന സ്ഥലമാണ് ഇല്ലീ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പരാജിതരുടെ റൂഹ് താമസിക്കുന്ന സ്ഥലമാണ് സിജ്ജീൻ. ഇല്ലി എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു മാതൃകയാണ്, സ്വർഗത്തിന്റെ ഒരു മോഡലാണ്. സിജ്ജീൻ എന്ന് പറഞ്ഞ നരകത്തിന്റെ മോഡലുമാണ്. ഇത് രണ്ടും നിലനിൽക്കുന്നത് ഈ ബർസക്കിയ ലോകത്താണ്. ബർസക്കിയ ലോകത്ത് ഈ രണ്ടും അതേപോലെ ജനിക്കാനിരിക്കുന്ന ആത്മാക്കളും ഒരുമിച്ച് കൂടി പറയുന്ന പേരാണ്. ഇത് മൊത്തം നിലനിൽക്കുന്നത് ഈ ജബറൂത്തിയ ലോകത്താണ്.